ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് ഹിന്ദു എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ തരുന്ന വാർത്ത വിമാനത്താവളങ്ങളുടെ അതിനെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ പ്രമേയവുമായി ബന്ധിപ്പിച്ചാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ അന്തർദേശീയ വിമാനത്താവളം സ്വകാര്യ വിഭാഗങ്ങൾക്ക് കൈമാറാൻ പോകുന്നു എന്ന വാർത്ത വരികയും അതിനെതിരെ കേരള സർക്കാർ അടക്കം മുൻകൈയെടുത്ത് പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. തിരുവനന്തപുരം എയർപോർട്ട് മാത്രമല്ല, പ്രധാനപ്പെട്ട 6 എയർപോർട്ടുകൾ അദാനി ഗ്രൂപ്പിന് ലഭിക്കുകയും ചെയ്തു എന്നതാണ് വാർത്ത. അദാനി ഗ്രൂപ്പിന് ഇപ്രകാരം കൈമാറാൻ പോകുന്ന ആ ഒരു കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് പ്രക്ഷോഭം നടക്കുന്നത് എങ്കിൽ ഇന്ന് ഹിന്ദു അതിൻ്റെ 1-ാം പുറം വാർത്തയായി തരുന്നത് കാണുക. പ്രൈവറ്റൈസേഷൻ ഓഫ് എയർപോർട്ട്സ് പുട്ട് ഓൺ ഹോൾഡ് ടിൽ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഈ സ്വകാര്യവൽക്കരണ നടപടി കേന്ദ്ര സർക്കാർ നിർത്തിവയ്ക്കുന്നു എന്നാണ് വാർത്ത. അത് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു വാർത്ത തന്നെയാണ്. അതാണ് ഇന്ന് ഹിന്ദു 1-ാം പേജിൽ തന്നിരിക്കുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങൾ അതിനെതിരെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റഫേൽ ഇടപാടുമായി ബന്ധിപ്പിച്ച ഹർജികൾ ഇന്ന് കേൾക്കുകയാണ്. ഹർജി കേട്ടു തുടങ്ങി. ആ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയുണ്ടായി. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജിയാണ് കേൾക്കുന്നത്. അതുമായി ബന്ധിപ്പിച്ച വാർത്ത ഇന്ന് നമുക്ക് പത്രങ്ങൾ തരുന്നുണ്ട്. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാർ പുതിയ സത്യവാങ്മൂലം കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന് സമാന്തരമായി ഒരു നെഗോഷിയേഷൻ, വിലപേശൽ ഈ റഫേൽ വിമാന ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെ വിമാനത്തിന് വില കൂടുകയുണ്ടായി എന്നും ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെയാണ് ചോർന്ന രേഖകളിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവുകൾ. കഴിഞ്ഞ തവണ കോടതിയിൽ ഈ ചോർച്ചയെപ്പറ്റി ഇതിന് മോഷണമാണ് എന്നാണ് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ വിശേഷിപ്പിച്ചത്. അതുവഴി സത്യത്തിൽ ഈ ചോർന്ന രേഖകളെല്ലാം സർക്കാർ രേഖകൾ തന്നെയാണ് എന്ന് AG ഭംഗ്യന്തരേണ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ രേഖ മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് ഹർജിക്കാരുടെ മേൽ നടപടി എടുക്കണമെന്നായി AG. പിന്നെ അത് മാറ്റി രേഖകൾ മോഷ്ടിച്ചതല്ല, മറിച്ച് ചോരുകയാണ് ചെയ്തത്. രേഖകളല്ല, അവയുടെ ഫോട്ടോസ്റ്റാറ്റാണ് ഹർജിക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ വേണുഗോപാൽ സമ്മതിക്കുകയും ചെയ്യുന്നു. ആ സമ്മതമാണ് ഇന്നലെ സർക്കാർ കോടതിയിൽ അഫിഡവിറ്റായി അവതരിപ്പിച്ചത്. എങ്കിലും ആ കാര്യത്തിൽ തന്നെ, അങ്ങനെ ചോർത്തിയെടുത്ത കാര്യത്തിൽ അത് വ്യത്യസ്ത മറ്റ് രാജ്യങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ ഇടയുണ്ട് എന്നിരിക്കെ ആ കാര്യത്തിൽ നടപടി ഈ ആളുകൾക്കെതിരെ വേണം എന്നും അഫിഡവിറ്റിൽ പറയുന്നു. ദീപിക എന്ന പത്രം അത് 1-ാം പേജിലെ വാർത്തയായി നമുക്ക് തരുന്നത് കാണുക. റഫാൽ രേഖ പകർപ്പെടുപ്പൽ മോഷണം തന്നെ എന്ന് കേന്ദ്രം. പകർത്തിയെടുത്തതാണ്, ഫോട്ടോസ്റ്റാറ്റാണ്. പക്ഷേ അത് ദേശീയമായ സുരക്ഷാ പ്രശ്നമായിരിക്കുന്നത് കൊണ്ട് അത് മോഷണമെന്ന നിലയ്ക്ക് കണക്കാക്കി നടപടി സ്വീകരിക്കണം. മോഷണമാണോ, പകർത്തിയതാണോ, ചോർത്തിയതാണോ, ഇതൊന്നും ഇക്കാര്യത്തിൽ ഇപ്പോഴും കെ വേണുഗോപാൽ എന്ന അഭിഭാഷകന് അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധന് അറിയാതിരിക്കുന്നുവോ എന്ന അത്ഭുതമാണ് ഈ വാർത്ത വായിച്ചാൽ നമുക്കുണ്ടാവുക. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ മോഷ്ടിക്കപ്പെട്ടത് ശത്രുക്കളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നും ഇത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ എസ്പിയോണേജിനാണ്, രാജ്യ സുരക്ഷാ ശത്രുക്കൾക്ക് എത്തിച്ചു കൊടുത്തു എന്ന ചാരപ്രവർത്തനത്തിന്റെ പേരിലാണ് കേസെടുക്കേണ്ടത്. കേസിലെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പ്രതികളായി വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ കാണുക, പ്രധാനികൾ തന്നെയാണ്. ഒന്ന് സുപ്രസിദ്ധനായ വക്കീൽ പ്രശാന്ത് ഭൂഷൺ, മറ്റൊന്ന് മുൻ മന്ത്രി അരുൺ ഷൂരി, മറ്റൊന്ന് മുൻ മന്ത്രി യശ്വന്ത് സിൻഹ. ഈ അവസാനത്തെ മന്ത്രിമാർ ഇരുവരും BJP-കാരുമാണ്. ആ നിലയ്ക്കാണ് വാർത്ത ഇന്ന് വന്നിരിക്കുന്നത്. ഈ കേസ് ഇന്ന് കോടതി പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ അത് നമ്മുടെ വാർത്താ ലോകത്തെ
പകൽ സജീവമാക്കുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് രംഗം കേരളത്തിലും ചൂടുപിടിക്കുകയാണ്. നോക്കൂ, ഇന്ന് ലഭിക്കുന്ന വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ പ്രായം ചെന്ന ഒരാളാണ് PJ ജോസഫ് എന്ന നേതാവ്. കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനാണ് അദ്ദേഹം. ഈ പ്രായത്തിൽ PJ ജോസഫിനൊരു പൂതി, പാർലമെന്റിലേക്കൊന്ന് മത്സരിക്കണം, അതിനൊരു സീറ്റ് വേണം. പാർട്ടിയിൽ 2ാം സ്ഥാനക്കാരനാണ് ജോസഫ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ചെയർമാന് ഒരു സീറ്റ് ലഭിക്കുക എന്നതാണ് സ്വാഭാവികമായ കാര്യം. പക്ഷേ അതിനൊരു തടസ്സമുണ്ട്. ഇത്തവണ കേന്ദ്രത്തിൽ UPA അധികാരത്തിൽ വരാം, എങ്കിലൊരു മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിന് ലഭിക്കാം. ജോസഫ് നിന്ന് ജയിച്ചാൽ സീനിയർ എന്ന നിലയ്ക്ക് ആ സ്ഥാനം ജോസഫിന് പോകും. മാണിക്കത് സഹിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പുത്രനായ ജോസ് കെ മാണിക്ക് ആ സീറ്റ് എന്നേ അവർ സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. അതിനാൽ ജോസഫിന് സീറ്റില്ല. പോന്നെങ്കിൽ ജോസഫ് പുറത്തേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് അച്ഛനും മകനും തമ്മിൽ തീരുമാനിക്കുമ്പോൾ അമീബ പിളരുന്നത് മാതിരി പിളർന്ന് ജീവിക്കുന്ന കേരള കോൺഗ്രസ് ഒരു പിളർപ്പിന്റെ വക്കിൽ, മറ്റൊരു പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ജോസഫിന് ഒന്നേ വഴിയുള്ളൂ, പിളരാം. പക്ഷേ അത് മാന്യമായ ഒരു പിളർപ്പാകണം. ആ അവസ്ഥയിലുള്ള വാർത്തയാണ് നമുക്ക് ദേശാഭിമാനി ഇന്ന് UDF-ൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച വാർത്ത. 2 വഴി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നാം കാണുന്നത്. കേരള കോൺഗ്രസിന്റെ 2 ഇല ചിഹ്നത്തെ 2 വശത്തു നിന്നും വലിച്ചുകൊണ്ട് ഇരു നേതാക്കൾ 2 വഴികൾ തിരയുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ ദേശാഭിമാനി തരുന്നത് ഇപ്രകാരം. ലോക്സഭാ സീറ്റ് കിട്ടില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞതോടെ മാണിയുമായി PJ ജോസഫ് വഴിപിരിയുന്നു. KM മാണി രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയതെന്നും ഇനി ഒരുമിച്ച് പോകാനാകില്ലെന്നും ബുധനാഴ്ച കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ PJ ജോസഫ് അറിയിച്ചു. പഴയ ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കാനാണ് തീരുമാനം. അതിന് കോൺഗ്രസിന്റെ അനുമതി തേടുക കൂടിയാണ്. ഇന്നലെ തിരുവനന്തപുരത്തെത്തി വ്യത്യസ്ത വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യുന്നതിലൂടെ ജോസഫ് ചെയ്തിരിക്കുന്നത് എന്നാണ് വാർത്ത. ഇനി നമുക്ക് BJP-യിലേക്ക് വന്നാൽ എന്താണ് BJP-യുടെ അവസ്ഥ? എന്തായി സ്ഥാനാർത്ഥി നിർണയം? ഇനിയും 4-5 ദിവസം കൂടി അത് നീളും എന്ന് ഉറപ്പാക്കുന്ന വാർത്ത ഇന്ന് നമുക്ക് ദേശാഭിമാനിയുടെ 1-ാം പുറം തരുന്നു. നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു, മോഹിച്ച സീറ്റില്ല. BJP-യിൽ പരസ്പരം വെട്ടാണ് നടക്കുന്നത്. എല്ലാവരും വാളൂടി പിടിച്ച് പരസ്പരം വെട്ടുകയാണ്. പരസ്പരം വെട്ടുക എന്നാൽ അവർ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്നതിൻ്റെ ഉറച്ച സൂചന തന്നെയാണത്. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നതും തുഷാർ വെള്ളാപ്പള്ളിക്ക് തൃശൂർ സീറ്റ് വാഗ്ദാനം ചെയ്തതും BJP-യിൽ തർക്കം രൂക്ഷമാക്കിയിരിക്കുന്നു എന്ന് ES സുഭാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലത്ത് നിന്ന് K സുരേന്ദ്രനെ വെട്ടാനായി തൃശൂർ സീറ്റ് തുഷാറിന് കൊടുക്കാൻ ആസൂത്രിത നീക്കമാണ് സംസ്ഥാന നേതൃത്വം നടത്തിയത് എന്ന് മുരളീധരൻ വിഭാഗം പറയുന്നു. ശബരിമല വിഷയത്തിൽ ഇടപെട്ട ആളാവാൻ ശ്രമിച്ച സുരേന്ദ്രന് കിട്ടിയ ഒരു അവസ്ഥ അതാണ്. കൃഷ്ണദാസ് പക്ഷത്തെ സുരേന്ദ്രൻ നന്നായി ചൊടിപ്പിച്ചിരിക്കുന്നു. രൂക്ഷമായ ഭിന്നത പരിഹരിക്കാൻ RSS ഇടപെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ RSS നേതാക്കളുടെ സാന്നിധ്യത്തിൽ BJP കോർ കമ്മിറ്റി വീണ്ടും ചേരും. കുമ്മനം രാജശേഖരനെയും ശ്രീധരൻ പിള്ളയെയും 16-ന് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇത് തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ദില്ലിയിൽ പോയി വന്നതിന് ശേഷമേ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഒരു തീരുമാനവും ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത ആഴ്ചത്തേക്ക് തീരുമാനം നീങ്ങും എന്ന് വ്യക്തം. ഈ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ, ശരണം വിളി എന്നിവ ഉപയോഗിക്കാൻ കഴിയുമോ? ടിക്കാറാം മീണ പറഞ്ഞു, അതൊന്നും നടക്കില്ല. മതം, വിശ്വാസം, അയ്യപ്പൻ ഇതൊക്കെ ഉപയോഗിച്ചു കളയാം എന്ന് BJP കരുതുന്നു എങ്കിൽ അത് അനുവദിക്കപ്പെടില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് നിലപാടിന് ലംഘിക്കുന്ന കാര്യമാണ്. അത്തരമൊരു അവസ്ഥ ഞാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും സെൽഫോണുണ്ട്. ആ സെൽഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ച് അതിനകത്ത് ആരെങ്കിലും എവിടെങ്കിലും പ്രസംഗിക്കുന്നത് എടുത്ത് രേഖയാക്കാം. അങ്ങനെ വന്നാൽ വിദ്വേഷ പ്രസംഗം നടത്തിയാൽ
ആർക്ക് വേണ്ടി ആ പ്രസംഗം നടത്തുന്നുവോ ആ സ്ഥാനാർത്ഥി അയോഗ്യനാകും. അതുപോലെ തന്നെ അയ്യപ്പനെയോ അല്ലെങ്കിൽ ശരണം വിളിയെയോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി അയ്യപ്പനാകും. എന്തൊരു കഷ്ടമാണ് ബി ജെ പിക്ക്. അയ്യപ്പനെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉപജീവനം നടത്താം എന്നാണ് അവർ വിചാരിച്ചത്. കഴിയില്ല എന്ന് ടിക്കാറാം മീണ പറഞ്ഞാൽ ബി ജെ പി നേതാക്കൾക്കത് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ശ്രീധരൻപിള്ള ടിക്കാറാം മീണയ്ക്ക് നേരെ വിരൽ ചൂണ്ടി വലിയ ഗോഗ്വ വിളിയൊക്കെ നടത്തി. കാരണം അവരുടെ ആയുധമാണ് നഷ്ടപ്പെടുത്തിയത് ടിക്കാറാം മീണ. അതുകൊണ്ട് വലിയ വിദ്വേഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ശബരിമലയാകാം, പക്ഷേ അയ്യപ്പനെ പറ്റി മിണ്ടരുത്, അയ്യപ്പന്റെ പടം പ്രദർശിപ്പിക്കരുത്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് അച്ചടിച്ച് കൊടുക്കരുത്, മണ്ഡലക്കാലമാണ് മണ്ഡലത്തെ നോക്കണം എന്ന മട്ടിൽ സംസാരിക്കരുത്, ശരണം വിളിക്കരുത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധിപ്പിച്ച്. നോക്കൂ, ഈ ബി ജെ പിക്കാർ നാണം കെട്ടെടുത്ത നിലപാടുകളുണ്ട്. അന്തി ചർച്ചയ്ക്ക് ബി ജെ പി ചാനലിൽ ഇരുന്ന ഒരു മുസ്ലിമിനെ കൊണ്ട് ശരണം വിളിപ്പിച്ച് ചർച്ച തുടങ്ങിയ കാര്യം പോലും നടക്കുകയുണ്ടായി. അയ്യപ്പനെ ആശ്രയിച്ച് ജീവിച്ചു കളയാം എന്ന് വിചാരിച്ച ബി ജെ പിക്കാർക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും ജനസമൂഹത്തിൽ ചെയ്തിട്ടില്ല. ചെയ്യാത്തപ്പോൾ പിന്നെ വിശ്വാസവും അയ്യപ്പനും മാത്രമേ ശരണമുള്ളൂ. അങ്ങനെ അയ്യപ്പനെ ശരണം പ്രാപിച്ച ആ ബി ജെ പി വിഭാഗത്തെ അയ്യപ്പനിൽ നടത്തി മാറ്റിയിരിക്കുന്നു ടിക്കാറാം മീണ. രാഷ്ട്രീയ സാമൂഹിക വിഷയമെന്ന നിലയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും ക്ഷേത്രത്തിന്റെയോ അയ്യപ്പന്റെയോ പേരും ചിത്രവും പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ, അത് അദ്ദേഹത്തിന്റെ നിലപാട്. അതാണ് ഗൗരവതരമായ നിലപാട്. മാറ്റമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ശരണം വിളിയൊക്കെ വെച്ച് അന്തരീക്ഷം മുഖരിതമാകുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ഇത്തവണ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ വാർത്ത. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് ബി ജെ പി നേതാക്കൾ ചെയ്യുന്നത്? അധികാരത്തിലിരിക്കുന്ന ആളുകളാണ് ഒരു സഹായവും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ജനങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. ഇതുവരെ പണം എങ്ങനെ കൈക്കലാക്കാം, കോർപ്പറേറ്റുകളെ എങ്ങനെ സന്തോഷിപ്പിക്കാം, ഇങ്ങനെയൊക്കെയാണ് മോദി വിചാരിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ പ്രശ്നങ്ങൾ ഗൗരവതരമാണ്. അതാ തെരഞ്ഞെടുപ്പ് വന്നു, എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്കും അഭയം തേടേണ്ടി വരുന്നത് ദേശീയത, രാജ്യസ്നേഹം, മരിച്ചുപോയ പട്ടാളക്കാർ, അപകടത്തിൽ മരിച്ച പട്ടാളക്കാർ, അതുപോലെ തന്നെ അഭിനന്ദ് തുടങ്ങിയ വിംഗ് കമാൻഡർ, അത്തരം കാര്യങ്ങളേ ഉള്ളൂ പറയാൻ. അതിൻ്റെ വാർത്തകളും പത്രങ്ങളിൽ വന്നിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ബി ജെ പി കാണിക്കുന്ന അനപലഷണീയമായ ആ കാര്യങ്ങൾ, ബി ജെ പി ദേശീയ നേതൃത്വം കാണിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും പത്രങ്ങളിൽ വാർത്ത. നമുക്കതിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മോദി തന്റെ പ്രസംഗവേദിയിൽ അഭിനന്ദിന്റെ ചിത്രം ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേ സംബന്ധിച്ച് അന്വേഷണം നടപടി തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെയും സൈന്യത്തിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ചവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. ഈ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലും പൊതു ഇടങ്ങളിലും പ്രചരിപ്പിച്ചതിന് ദില്ലി, ജയ്പൂർ എന്നിടങ്ങളിലെ ബി ജെ പി, കോൺഗ്രസ് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കേന്ദ്ര നേതൃത്വത്തിനും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും മറ്റൊന്നും കാണിക്കാനില്ല. ഇതൊക്കെ തന്നെയുള്ളൂ. നിവർത്തികേടുകളാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ബി ജെ പിയുടെ കാര്യത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇന്നലെ SSLC പരീക്ഷ തുടങ്ങി. ഒപ്പം തന്നെ അതുമായി ബന്ധിപ്പിച്ച് പ്രതിസന്ധികളും ആരംഭിച്ചു. കാണുക, ഇന്നലെ നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസ് പെരുവഴിയിൽ നിന്ന് ലഭിച്ചു എന്ന വാർത്ത മലയാള മനോരമ അതിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ, ആ വാർത്തയുടെ സവിശേഷത കൊണ്ട് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ഇന്നലെ നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസ് പെരുവഴിയിൽ. ഇന്നലെ നടന്ന SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ വഴിയരിയിൽ കണ്ടെത്തി. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കിട്ടിയത് മലയാളം, സംസ്കൃതം, അറബിക് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ കെട്ടുകൾ സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കുറ്റിവയലിലാണ് പ്രാദേശികവാസിക്ക് ലഭിച്ചത്. തിരുവനന്തപുരത്തേക്ക് അയക്കാനായി സുരക്ഷയൊന്നുമില്ലാതെ ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്ന കെട്ടുകളാണ് വീണുപോയത് എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. വനിതാ സംവരണം, എത്ര സീറ്റുകൾ വനിതയ്ക്ക് കൊടുക്കും? LDFന്റെ ലിസ്റ്റ് വന്നപ്പോൾ
20-ൽ 2 സീറ്റുകൾ 10% ആണ് നൽകപ്പെട്ടിരിക്കുന്നത്. അത് അത്ര മികച്ച ഒരു കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും മറ്റ് കക്ഷികൾക്ക് അത്രയും പോലും കൊടുക്കാൻ കഴിയുണ്ടാവില്ല. ആ അർത്ഥത്തിൽ LDF മുന്നിലാണെന്ന് പറയാം. പക്ഷേ കാര്യങ്ങൾ കുറെ മാറിയിരിക്കുന്നു. ഒറീസയിലെ ബിജു ജനതാദൾ 21 സീറ്റിൽ 7 സീറ്റ് സ്ത്രീകൾക്ക് നൽകി 1/3 സംവരണം നടപ്പാക്കി. അതാണ് ഒരു കാര്യം. അതിനൊരു പടി കൂടി കടന്ന് മമതാ ബാനർജി 42 സീറ്റുകളാണ് അവിടെ, അതിൽ 16 സീറ്റ് നൽകി 40% സംവരണം നൽകി. ഇപ്പോൾ കോൺഗ്രസ് ഈ സീറ്റുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ന് ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ത്രീകൾക്ക് കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം അധികാരത്തിൽ വന്നാൽ 33% 1/3 ജോലി സ്ത്രീകൾക്കായി റിസർവ് ചെയ്യുമെന്ന്. വലിയ ഒരു ചുവടുവയ്പ്പാണത്. അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വനിതാ സംവരണ ബിൽ പാസാക്കും. ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരും. നാഗർകോവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. പോരാട്ടം കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പ്രഖ്യാപിച്ചു. റിയാദും മാത്യു സച്ചിദാനന്ദ മൂർത്തി എന്നിവർ വിമാനത്തിനകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നരേന്ദ്രമോദിക്കും BJP ഭരണത്തിനുമെതിരായ രാജ്യത്തെ ജനങ്ങളുടെ പോരാട്ടം കോൺഗ്രസ് കേരളത്തിൽ നിന്ന് തുടങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി യാത്രാമധ്യേ വിശേഷിപ്പിച്ചത് അത് വിമാനത്തിലിരുന്നു കൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മലയാള മനോരമ അതിൻ്റെ 1-ാം പേജിൽ. ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമെന്ന് സംശയിച്ച് ഒരു യുവാവിനെ പാതിരാത്രി സ്ത്രീയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് വിളിച്ചു വരുത്തി സ്ത്രീയുടെ അച്ഛനും സഹോദരനും ഭർത്താവും ചേർന്ന് നാട്ടുകാരും ചേർന്ന് തല്ലിക്കൊന്ന് വഴിയിൽ തള്ളിയ വാർത്ത മിനിഞ്ഞാന്നും ഇന്നലെയുമായി പത്രങ്ങളിൽ നിറഞ്ഞു നിന്നു എങ്കിൽ ഇന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു. കാണാതായ യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. ദേശാഭിമാനിയുടെ പ്രാദേശിക പേജാണ് വാർത്ത തരുന്നത്. അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കൊഞ്ചിരവിള ഗിരീഷ് ഭവനിൽ ഗിരീഷ് മിനി ദമ്പതികളുടെ മകൻ അനന്തു ഗിരീഷിനെ 21 വയസ്സ് നിലമൺകര വനിതാ പോളിടെക്നിക്കിന് സമീപം BSNLന്റെ സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മലയാളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ നിലയ്ക്ക് ചിന്തിക്കാൻ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വളർന്നു വരുന്ന ഈ അവസ്ഥ, അധികരിക്കുന്ന ഈ അവസ്ഥയെപ്പറ്റി മുഖലേഖനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. നളിനി നെറ്റോയുടെ രാജിയെക്കുറിച്ച് മാധ്യമങ്ങൾ ഇന്നലെ തികച്ചും തെറ്റായ ഒരു വാർത്ത നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി ഉള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് നളിനി നെറ്റോ പ്രിൻസിപ്പൽ അഡ്വൈസറുടെ സ്ഥാനം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറുടെ സ്ഥാനം രാജിവെച്ചത് എന്ന് വാർത്ത വന്നിരുന്നു. ഇന്ന് അതുമായി ബന്ധിപ്പിച്ച യാഥാർത്ഥ്യം എന്ത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ അച്ചടിക്കുകയാണ് പത്രങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിന് അവസാനമായി. കാരണം ഞാനിന്ന് ഒരു കടലാസിൽ ഒപ്പുവെച്ചു. രാജിവെച്ച നളിനി നെറ്റോയുടെ സഹോദരൻ മോഹനനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിശ്ചയിച്ചുകൊണ്ടുള്ള കടലാസിലാണ് ഒപ്പുവെച്ചത്. സഹോദരൻ അങ്ങനെ ഒരു സ്ഥാനത്ത് വരുമ്പോൾ അവിടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരിക്കുന്നത് ഔചിത്യമല്ല എന്ന് നളിനി നെറ്റോയ്ക്ക് തോന്നിയത് കൊണ്ട് അവർ ഒഴിയുകയായിരുന്നു, രാജിവെച്ച് ഒഴിയുകയായിരുന്നു. അങ്ങനെ അവർ ചെയ്ത നല്ല കാര്യമാണ്. സത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്, കാര്യങ്ങൾ അറിയാതെ പത്രങ്ങൾ നുണ പറഞ്ഞു കളഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മലയാളം പത്രങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആ പറഞ്ഞത് തികച്ചും തെറ്റാണ്. ആർ മോഹനൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന വാർത്തയും ഇന്ന് മംഗളം അതിൻ്റെ കണ്ണാടി പുറത്ത് നമുക്ക് തന്നിരിക്കുന്നു. പെരിയ കൊലപാതകവുമായി നമുക്ക് തുടർ വാർത്ത ലഭിച്ചിരിക്കുന്നു. എന്താണ് തുടർ വാർത്ത? അവിടുന്ന് ആയുധങ്ങൾ കണ്ടെടുത്തില്ലേ? പീതാംബരൻ പെരിയ കൊലപാതക കേസിലെ 1-ാം പ്രതിയാണ്. പീതാംബരൻ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള കിണറ്റിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നത് നാം കണ്ടതാണ് ദൃശ്യമാധ്യമങ്ങളിൽ. അന്നേ സംശയമുണ്ടായിരുന്നു
ഇതായിരിക്കുമോ യഥാർത്ഥ ആയുധങ്ങൾ? യഥാർത്ഥ ആയുധങ്ങൾ അതല്ല എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസിന്റെ അന്വേഷണം കൂടുതൽ ദുരൂഹമാകുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പെരിയ ഇരട്ട കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് പോലീസ് കണ്ടെടുത്ത ആയുധങ്ങൾ കൃത്രിമമെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി എന്ന് റിപ്പോർട്ട്. ഇരുമ്പുവടിയും തുരുമ്പെടുത്ത വടിവാളുമാണ് പോലീസ് കണ്ടെടുത്തിരുന്നത്. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലെ മുറിവുകളുമായി ഈ ആയുധങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഡീൻ കുര്യാക്കോസിനെതിരെ ഹർത്താൽ നടത്തിയതിൻ്റെ പേരിൽ 193 കേസ് എടുത്തിരിക്കുന്നു. 193 കേസിലാണ് അദ്ദേഹം പ്രതിയായിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധിയുണ്ട് എന്ന് അറിവില്ലായ്മ നടിച്ചു. നിയമം പഠിച്ചയാളാണ് ഡീൻ കുര്യാക്കോസ്, ആലോചിക്കണം. ഈ നിലപാടെടുക്കുന്നത് വഴി അയാൾ അപഹാസ്യനാവുകയും ചെയ്തു. 193 കേസാണ് അയാൾക്കെതിരായി വന്നിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ ആ ദിവസം നടന്ന ഹർത്താൽ ദിവസം നടന്ന അക്രമവുമായി ബന്ധിപ്പിച്ച്. ഇത് വലിയ അളവാണ്, വലിയൊരു സംഖ്യയാണെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ സംഘപരിവാർ നേതാക്കൾ നോക്കൂ, 1097 കേസിലും പ്രതിയാകും നേതാക്കൾ. അത് വെച്ച് നോക്കുമ്പോൾ ഡീൻ കുര്യാക്കോസ് എത്ര ചെറിയ ഇതാണ്, 193 കേസിൽ മാത്രമാണ് പ്രതിയായിരിക്കുന്നത്. പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി തരുന്നു, ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിനെതിരെ ആഹ്വാനം ചെയ്ത അക്രമ ഹർത്താലിൽ രജിസ്റ്റർ ചെയ്ത 1097 കേസിലും സംഘപരിവാർ നേതാക്കളെ പ്രതികളാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു എന്ന് പറയുമ്പം മറ്റു പണിയൊന്നും ഉടനെ, അല്ലെങ്കിലും അവർക്ക് മറ്റു പണിയില്ല സംഘപരിവാറിന്, അവർക്ക് ഇനി മറ്റു പണികളിലേക്കൊന്നും പോകാൻ ആവുകയില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബാബരി കേസിൽ മധ്യസ്ഥന്മാർ നിയമിക്കപ്പെട്ടു. ചർച്ചയിലൂടെ അത് പരിഹരിക്കപ്പെടുമോ എന്ന് നോക്കാൻ മാധ്യമം ഒന്നാം പുറം ആ വാർത്ത തരുന്നത് കാണുക. ബാബരി ഭൂമി കേസിൽ മധ്യസ്ഥ ചർച്ച തുടങ്ങി. RSSും അതുപോലെ BJPയും ഒക്കെ തള്ളിക്കളഞ്ഞ മധ്യസ്ഥ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബാബരി ഭൂമി കേസ് ഒത്തുതീർക്കാൻ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ 3-അംഗ സമിതി മധ്യസ്ഥ ചർച്ച തുടങ്ങി. ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുല്ല അധ്യക്ഷനായ മധ്യസ്ഥ സമിതിക്ക് മുമ്പാകെ തങ്ങളുടെ നിലപാട് ബോധിപ്പിക്കാൻ 25ഓളം ഹർജിക്കാരും അവരുടെ അഭിഭാഷകരും ആദ്യ ദിവസം തന്നെ ഫൈസാബാദിലെത്തി. ഫൈസാബാദ് ജില്ലാ ഭരണകൂടം മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിച്ചേരാൻ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ പറഞ്ഞിരുന്നുവല്ലോ. അതിനെ മുൻനിർത്തി മാതൃഭൂമി ഇന്ന് ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു, കാണുക. വേണം ഈ രോഗത്തിന് അടിയന്തര ചികിത്സ. മലയാളികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും അശിക്ഷിതവുമാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ ഒരു സമൂഹമെന്ന നിലയിൽ പരാജയപ്പെടുകയാണോ നാം? ചെറിയ വൈകാരിക വിക്ഷോഭങ്ങൾ പോലും വലിയ പൊട്ടിത്തെറികളിലേക്കും പരപീഡകളിലേക്കും ആത്മഹനനങ്ങളിലേക്കും വഴിമാറുന്ന അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ഈ വൈകിയ വേളയിൽ നാം ആലോചിക്കണം. ജനസംഖ്യാടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്താൽ കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിരീക്ഷണം ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 8 ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുൻപിൻ ആലോചനയില്ലാത്ത അപക്വമായ തീവ്ര മാനസിക വ്യാപാരത്തിന്റെ അനന്തരഫലമാണ് ആൾക്കൂട്ട കൊലകളിൽ വ്യക്തികളെ പങ്കാളികളാക്കുന്നത്. അത്തരം വ്യക്തിത്വങ്ങളെ ആസൂത്രിതമായി ദുരുപയോഗം ചെയ്യാൻ കറുത്ത ശക്തികൾക്ക് എളുപ്പം കഴിയുകയും ചെയ്യും. നമ്മുടെ യുവാക്കളെ ഹത്യയുടെ പാതയിൽ നിന്ന് തിരിച്ചുവിടുക എന്നത് അവരെ വീണ്ടെടുക്കൽ തന്നെയാണ്. ആ വീണ്ടെടുപ്പ് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവഗതികളെ മുൻനിർത്തി മാതൃഭൂമി ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തിൽ SSLC പരീക്ഷയും അധികരിക്കുന്ന ചൂടും മത്സരിച്ച് മുന്നേറുകയാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരത്തെ മോഡൽ ബോയ്സ് സ്കൂളാണ്. ഇവിടെ പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന കുട്ടികളുടെ, പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെ ചിത്രം
സിറ്റി കൗമുദി ഇന്ന് നമുക്ക് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.